forward. ഫ്രണ്ട്സ് എല്ലാവർക്കും റീസെന്റ് ഐഡിയാസിലേക്ക് സ്വാഗതം. ഞാൻ ബെസ്റ്റ്. ഫ്രണ്ട്സ് നമ്മൾ ഒരു അടിപൊളി ടെക് വീഡിയോ ആണ് ചെയ്യാൻ പോണേ. ഈ കാർ നിങ്ങൾ വീഡിയോ തുടക്കത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതൊരു വോയിസ് കൺട്രോൾ റോബോട്ടിക് കാറാണ്. ഇത് നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോണേ. ഇത് നമ്മുടെ കമാൻഡുകൾക്ക് അനുസരിച്ച് മൂവ് ചെയ്യും. നമ്മുടെ വോയിസ് അനുസരിച്ച് നമ്മൾ പറയുന്നതനുസരിച്ച് ഇത് മൂവ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളിത് ലെങ്ത് കൂടുതലായതുകൊണ്ട് 2 പാർട്ടായിട്ട് ചെയ്യണേ. ഇത് പാർട്ട് 1 ആണ്. അപ്പോൾ ഈ അർഡീനോയുടെ വയറിങ്ങും പ്രോഗ്രാമിങ്ങും ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാറിന്റെ സെറ്റപ്പ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പൊ പറഞ്ഞിട്ടില്ല, നേരെ വീഡിയോക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 3 അപ്പോൾ നമുക്കിത് നമ്മൾ ആദ്യം ഈ സർക്യൂട്ട് നമുക്കൊന്ന് കാണാം. ഈ സർക്യൂട്ട് പ്രകാരമാണ് നമ്മൾ ചെയ്യണം. ഇതിലെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു ബ്രെഡ് ബോർഡിലേക്ക് ഇത് വയർ ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ PCBയിൽ ചെയ്യണതിന് മുമ്പ് ഒരു ബ്രെഡ് ബോർഡിൽ ഞങ്ങൾ ചെയ്ത് നോക്കുകയാണ്. കാരണം ബ്രെഡ് ബോർഡിലാവുമ്പോൾ നമുക്ക് കണക്ഷനൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ യൂസ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായി മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ICയും ബ്ലൂടൂത്ത് മോഡിയോടും ബ്രെഡ് ബോർഡ് നേരിട്ട് വെക്കുകയാണ്. അർഡീനോ പുറത്തായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. നമുക്കിനി അതിൻ്റെ പിന്നെ എങ്ങനെ കൗണ്ട് ചെയ്യാൻ നോക്കാം. ഞങ്ങളത് കാണിച്ചുള്ള പോലെയാണ് കൗണ്ട് ചെയ്യുക. നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം പ്രകാരം ഇതെല്ലാം കണക്ട് ചെയ്യാം. ഓരോന്നോരോന്നായിട്ട് നമ്മൾ ജമ്പർ വയറുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പിന്നുകൾ 4 പിന്നാണ് നമ്മൾ യൂസ് ചെയ്യണേ. 6 പിന്നിൽ നടുക്കുള്ള 4 പിന്നാണ് നമ്മൾ യൂസ് ചെയ്യണേ. അതിൽ സപ്ലൈയും പിന്നെ സിഗ്നലിൻ്റെയും പിന്നുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ കണക്ഷൻസ് കൊടുക്കാം. ആദ്യം ഞങ്ങൾ സപ്ലൈയുടെ പിന്നുകൾ കണക്ട് ചെയ്തു. പിന്നെ എൻ്റെ ഔട്ട്പുട്ട് പിന്നുകളും കണക്ട് ചെയ്യാണ്. അതിന് RX TX എന്ന് പറഞ്ഞ 2 ഔട്ട്പുട്ട് പിന്നാണ് അതിനുള്ളത്. എന്നിട്ട് നമ്മൾ അർഡീനോയിൽ എൻ്റെ RX പിൻ TX എന്ന് പറഞ്ഞ പിന്നിലേക്കും അല്ലെങ്കിൽ D0 എന്ന് പറഞ്ഞ പിന്നിലേക്കും പിന്നെ TX എന്ന് പറഞ്ഞ പിൻ RX എന്ന് പറഞ്ഞ പിന്നിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യണേ. പിന്നെ നമ്മൾ സപ്ലൈ അതിൽ VINലും ഗ്രൗണ്ടിലും ആയിട്ട് കൊടുത്തിട്ട് സപ്ലൈ കൊടുക്കുകയാണ്. 5 വോൾട്ട് സപ്ലൈ ആണ് കൊടുക്കേണ്ടത്. ഇത് ഈ സർക്യൂട്ട് പ്രകാരമാണ് നമ്മൾ ചെയ്തത്. സർക്യൂട്ടിൽ കാണുന്ന പോലെ ആ 705 ഞങ്ങൾ കാണിക്കുന്നില്ല. അതിന് പകരം അർഡീനോ ഒന്ന് ഡയറക്റ്റ് സപ്ലൈ കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ICന്ന് സിഗ്നലിൻ്റെ പിന്നുകൾ, അതായത് ഇൻപുട്ട് കൊടുക്കാനായിട്ടുള്ള സിഗ്നലിൻ്റെ പിന്നുകൾ 2, 7, 10, 15 എന്ന ഓർഡറിൽ കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ അറ്റം നമുക്ക് അർഡീനോയിൽ കണക്ട് ചെയ്യാം. D2, D3, D4, D5 എന്ന ഓർഡറിൽ കണക്ട് ചെയ്യാം. ഞങ്ങളിവിടെ എഴുതിയിട്ടുള്ള പോലെ കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മോട്ടറിൻ്റെ ഔട്ട്പുട്ടുകൾ നമുക്ക് ജമ്പർ വയർ വെച്ച് കണക്ട് ചെയ്തെടുക്കാം. ഇത് പിൻ 3, 6, 11, 14 എന്നീ പിന്നുകളിലാണ് നമ്മൾ കണക്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെ കൗണ്ട് ചെയ്യാമെന്ന്. അത് വെച്ച് നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ കണക്ഷൻസൊക്കെ തീർന്നു. ഈ 2 സെറ്റാണ് നമ്മളിപ്പോൾ തീർത്തത്. അടുത്തത് നമുക്ക് നമ്മുടെ ഈ ICയിലേക്കുള്ള സപ്ലൈ കൊടുക്കാനായിട്ടുള്ള വർക്കാണുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. അത് അർഡീനോയിൽ നിന്നാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. H05 നമ്മളതുകൊണ്ട് ഒഴിവാക്കുകയാണ്. നമുക്ക് അർഡീനോ മാത്രം യൂസ് ചെയ്ത് സപ്ലൈ കൊടുക്കാം. നമുക്ക് സപ്ലൈയുടെ പിന്നുകളെ നമുക്ക് അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. 5 വോൾട്ട് എന്നും ഗ്രൗണ്ട് എന്നും പറഞ്ഞ പിന്നുകളെന്നാണ് നമ്മൾ സപ്ലൈ എടുക്കുന്നത്. 5 വോൾട്ട് പിന്നെന്ന് പോസിറ്റീവും പിന്നെ ഗ്രൗണ്ട് പിന്നെന്ന് നെഗറ്റീവും നമ്മുടെ ബ്രെഡ് ബോർഡിൻ്റെ സൈഡിലുള്ള സപ്ലൈ ട്രാക്കിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സർക്യൂട്ട് പ്രകാരമുള്ള സപ്ലൈ എത്തിക്കേണ്ട എല്ലാ പിന്നുകളിലേക്കും നമുക്ക് സപ്ലൈ കണക്ട് ചെയ്ത് കൊടുക്കാം.
ICയുടെ സെൻറ്ററിലുള്ള 2 സെറ്റ് പിന്നുകളിലേക്ക് നമ്മൾ നെഗറ്റീവാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 4 പിന്നുണ്ടാവും. അത് ആ 4 പിന്നും കൂടി നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഒരുമിച്ച് നെഗറ്റീവിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ICയുടെ 4 കോർണറുകളിലുള്ള പിന്നുകളിലും പോസിറ്റീവ് സപ്ലൈ ആണ് കൊടുക്കുന്നത്. അതും നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ പോസിറ്റീവ് സപ്ലൈ കൊടുക്കുമ്പോൾ ICയുടെ പിൻ നമ്പർ 8 നമ്മൾ മോട്ടറിൻ്റെ സപ്ലൈ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ 5 വോൾട്ട് മോട്ടർ യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് ഡയറക്റ്റ് 5 വോൾട്ടിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അല്ലാതെ നമ്മൾ 12 വോൾട്ട് മോട്ടറാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ പിൻ 8 എന്ന് പറഞ്ഞ പിന്നിലേക്ക് നമ്മൾ 12 വോൾട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഞങ്ങൾ ആ ഒരു ഭാഗം ഒഴിവാക്കിയത് കൊണ്ട് നമ്മുടെ അർഡീനോന്ന് കിട്ടുന്ന വോൾട്ടേജ് 5 വോൾട്ട് ആയതുകൊണ്ട് അതാണ് ഇതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പിന്നുകൾ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. നമ്മളത് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ വയറിങ് ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൽ ബ്ലൂടൂത്ത് മോഡുകളും അർഡീനോയും പിന്നെ IC തമ്മിൽ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സർക്യൂട്ട് അനുസരിച്ച് കണക്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ വയറിങ്ങിൽ കംപ്ലൈൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ സർക്യൂട്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്കിനി അർഡീനോ പ്രോഗ്രാം ചെയ്യാം. അതിനൊരു ടൈപ്പ് B, അതായത് പ്രിൻ്ററിലൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു കേബിളാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വെർഷനാണിത്. അപ്പോൾ ഇത് ടൈപ്പ് B ടു ടൈപ്പ് A എന്ന് പറഞ്ഞ കേബിളാണ്. നമ്മുടെ ലാപ്പിൽ കുത്താനായിട്ട് ടൈപ്പ് Aയും പിന്നെ അർഡീനോയിൽ കുത്താൻ ടൈപ്പ് Bയും. നമ്മൾ അർഡീനോയിൽ കണക്ട് ചെയ്തിട്ട് ലാപ്പിൽ കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കണക്ട് ചെയ്തപ്പോൾ അതിൻ്റെ LED ബ്ലിങ്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അത് അർഡീനോ ഓണായി എന്നുള്ളതിൻ്റെ സൈനാണത്. അപ്പോൾ നമുക്കിനി ലാപ്പിൽ കയറി പ്രോഗ്രാമിങ് തുടങ്ങും. നമുക്ക് ആദ്യം അർഡീനോ ID എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. നമുക്ക് ഗൂഗിളിൽ കയറിയിട്ട് അർഡീനോ ID എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലാദ്യം വരുന്ന സൈറ്റിൽ കയറിയാൽ മതി. നമുക്ക് കോഡിൻ്റെ പ്രോഗ്രാമർ ഡൗൺലോഡ് ചെയ്യണം. അതിൽ നെറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ട, അല്ലെങ്കിൽ വിൻഡോസിൻ്റെ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വിൻഡോസ് 10 മേലെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങളത് ഓപ്പൺ ചെയ്യാണ്. അത് ലോഞ്ച് ചെയ്താണ്. അത് ഓപ്പണായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സ്ക്രീൻ വന്നു. പിന്നെ നമ്മളതിൽ ഫയലിൽ പോയിട്ട് നമ്മുടെ കോഡ് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കണം. അപ്പോൾ ഈ കോഡ് ഞങ്ങളുടെ സൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പോയി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോഡ് ഓപ്പണായി വന്നിട്ടുണ്ട്. അത് നമുക്ക് വലുതാക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം കമ്പൈൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കമ്പൈലേഷൻ സ്റ്റാർട്ട് എടുത്ത് വന്നിട്ടുണ്ട്. ടൈം എടുക്കും. അതിന് ഡൺ കമ്പൈലിംഗ് എന്ന് പറഞ്ഞിട്ട് വരും. ഡൺ കമ്പൈലിംഗ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് അർഡീനോ ടൂൾസിൽ പോയിട്ട് ബോർഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ അർഡീനോ UNO ആയതുകൊണ്ട് UNO സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോർട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് COM 8 ആണ് നിങ്ങളുടെ പോർട്ട്. അപ്പോൾ ഞങ്ങൾ പോർട്ട് സെലക്ട് ചെയ്തു. പോർട്ടിൽ പോവുക. എന്നിട്ട് പോർട്ട് സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് അപ്ലോഡ് കൊടുക്കാം. അപ്പോൾ അപ്ലോഡ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ അർഡീനോയിൽ ഈ കോഡ് ബേൺ ആവുന്നത്. അപ്പോൾ അപ്ലോഡിങ് കണ്ടിന്യൂ ചെയ്യാണ്. അത് കഴിഞ്ഞ് അപ്ലോഡിങ് വന്നു. ഡൺ അപ്ലോഡിങ്. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിങ് കംപ്ലീറ്റ്. ഫ്രണ്ട്സ്, നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞങ്ങൾ പാർട്ട് 1 ആണ് ഈ വീഡിയോയിൽ ഇട്ടേക്കണത്. ഇതിൻ്റെ പാർട്ട് 2 ഞങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോയിൽ ഞങ്ങൾ അർഡീനോയുടെ സോഴ്സ് കോഡ്, പ്രോഗ്രാമിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സർക്യൂട്ടിൻ്റെ അറേഞ്ച്മെൻറ്റും. പക്ഷേ ഇതിൻ്റെ ഫുൾ വർക്കിംഗ് മനസ്സിലാവണമെങ്കിൽ അടുത്ത വീഡിയോ കാണണം. അതിലാണ് എൻ്റെ ആപ്പിനെ പറ്റിയൊക്കെ ഞങ്ങൾ പറയണേ. ഈ ആപ്പ് പ്ലേ സ്റ്റോറിലൊന്നും കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇത് ആപ്പിൻ്റെ ലിങ്ക് അടുത്ത വീഡിയോയിലാണ്.
ബാക്കിയുള്ള എല്ലാ ഐറ്റംസിൻ്റെ ലിങ്ക് ഞങ്ങൾ ഈ വീഡിയോ താഴെ തന്നെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. ഇതേപോലെ പുതുപുത്തൻ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ഇതുപോലെ ഒരു പുതുപുത്തൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.